കൊല്ലൂരിലേക്ക് തന്നെയാണ് രഥോത്സവത്തിന് ഒരുങ്ങി. കൊല്ലൂർ മഹാരഥോത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഏറെക്കുറെ പൂർത്തിയാകുന്നുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് രഥോത്സവം കാണാനായി കൊല്ലൂരിലേക്ക് എത്തിയിരിക്കുന്നത്. രഥം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറത്തേക്കുള്ള എഴുന്നള്ളത്ത്, പുറത്തേക്ക് ദേവിയെ എഴുന്നള്ളിച്ച് രഥത്തിൽ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി രഥോത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. രഥം അല്പമൊന്ന് മുന്നോട്ടേക്ക് വലിച്ചു നീക്കും. പിന്നീട് വീണ്ടും വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് രഥോത്സവത്തിൻ്റെ മറ്റു ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. അരുൺ കൊടുങ്ങൂർ കൊല്ലൂരിൽ നിന്ന് ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, കേൾക്കാമെങ്കിൽ രഥോത്സവത്തിൻ്റെ ചടങ്ങുകൾ അങ്ങനെ ആരംഭിച്ചിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ധാരാളം ആളുകൾ എവിടെയൊക്കെ നിന്നാൽ രഥം കാണാം, അവിടെ എല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആ രഥത്തിൽ നിന്ന് അഭിഷേകം ചെയ്ത ശേഷം നാണയങ്ങൾ വിതരണം ചെയ്യും. ആ നാണയം ഒന്ന് സ്വന്തമാക്കാനായുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. എന്തൊക്കെയാണ് കൊല്ലൂരിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഒന്നാകെ മാറിയിരിക്കുകയാണ്. ക്ഷേത്ര പരിസരം ഒന്നാകെ ഭക്തജനങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുകയാണ്. ഒരു കത്തുന്ന വെയിലാണ്, പക്ഷെ അതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് അമ്മയുടെ ഈ ആരോഹണം കാണാനായിട്ടുള്ള ഒരു വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഈ സന്നിധിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ശ്രീലകത്തു നിന്നും അമ്മ പുറത്തേക്ക് എത്തും. ആ ഒരു കാത്തിരിപ്പിലാണ്, ആ ഭവ്യമായ ദിവ്യമായ ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിലാണ് ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഉള്ളത്. അകത്ത് പ്രത്യേക പൂജകൾ ഇപ്പോൾ നടക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഈ പുറത്തേക്ക് എത്തുക. വർഷത്തിൽ ഒരു തവണ മാത്രമായിരിക്കും അമ്മ ഇങ്ങനെ പുറത്തേക്ക് ഈ രഥോത്സവത്തിനായി പുറത്തേക്ക് എത്തുക, ഭക്തരെ കാണുവാനായി എത്തുക. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഈ അമ്മയുടെ ഭക്തരെല്ലാം തന്നെ. എന്തായാലും ഈ വെയിലിനെ അവഗണിച്ചും ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ഒരു സന്നിധിയിലേക്ക് എത്തിയത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്ന ആ ഒരു നിമിഷം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രഥോത്സവം ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് തന്നെ എഴുന്നള്ളിപ്പ് പുറത്തേക്ക് വരും. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഭക്തരെല്ലാം തന്നെ നാമമന്ത്ര ജപവുമായി, ദേവീ മന്ത്രസ്തുതികളുമായി എല്ലാം തന്നെ ഭക്തരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. എല്ലാ തരത്തിലും ഒരു ആഘോഷത്തിൻ്റെ ഒരു പാരമ്യത്തിലേക്ക്, ഭക്തിയുടെ ഒരു പാരമ്യത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ ഒരു പാരമ്യത്തിലേക്ക്, അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അന്തരീക്ഷമാണ്, ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. ഭക്തിയുടെ പാരമ്യത്തിലേക്കാണ് ക്ഷേത്ര സന്നിധി ഒന്നാക്കി എത്തുന്നത്. എന്തായാലും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം ഇതുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഉത്സവ സമയത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ഭക്തർ എത്തുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു ഭക്തരുടെ എണ്ണം തന്നെയാണ് ഇവിടെ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന് പുറത്തേക്ക് മലയാളികൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ മൂകാംബിക ക്ഷേത്രം. എന്തായാലും ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പാരമ്പര്യത്തിൻ്റെ ഒരു അവസാനത്തിൽ, പ്രൗഢിയുടെ ഒരു വിശേഷത്തിലെല്ലാം തന്നെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചടങ്ങിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മോട് വിശദമായി ചടങ്ങുകളെക്കുറിച്ച് പറഞ്ഞ സുബ്രഹ്മണ്യ അടിക പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇങ്ങോട്ട് എത്തണമെങ്കിൽ അമ്മ അനുഗ്രഹിക്കണം, അമ്മ വിളിക്കണം, അമ്മ വിളിച്ചാൽ മാത്രമാണ് ഈ ഒരു സന്നിധിയിലേക്ക് എത്താൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് ഈ മഹാരഥോത്സവം എന്നത്. ഈ രഥോത്സവ സമയത്ത് ഏറെ പ്രത്യേകതകളുള്ള ഈ ഒരു സമയത്ത് ഈ ഒരു സന്നിധിയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് പൂർവ്വജന്മ സുഹൃതമാണ്, മുൻജന്മ സുഹൃതമാണ്. അല്ലാതെ ഒരാൾക്കും ഈ ഒരു മണ്ണിലേക്ക് എത്താൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞു തന്നത് എന്തായാലും രാവിലെ തന്നെ ഓരോ ഭക്തരും നമ്മളോട് പറഞ്ഞ അവർക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അവർക്കുണ്ടാകുന്ന ഉയർച്ചകൾ, അവർക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ, അങ്ങനെ അതിൻ്റെയൊക്കെ തന്നെ ആധാരം അമ്മയോടുള്ള നിഷ്കളങ്കമായ അചഞ്ചലമായ ഭക്തിയാണ്. ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ദൂരദേശങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടിയും ഈ ഒരു സന്നിധിയിലേക്ക്, മൂകാംബികാ ദേവിയുടെ ഈ ഒരു സന്നിധിയിലേക്ക്, സൗപർണികാ തീരത്തെ ഈ
ഏറ്റവും പുണ്യമായ ഈ ഒരു സന്നിധിയിലേക്ക് ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെ ഒഴുകിയെത്തുന്നത്. ഇന്നലെ തന്നെ വൈകിട്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു ക്ഷേത്രത്തിലേക്ക് ഉണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് ഇന്ന് രാവിലെയും അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ടും രഥം വലി നടക്കുന്ന ഇന്ന് വൈകിട്ട് 5 മണിയോടെയും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്ഷേത്രങ്ങളൊന്നാകെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട്, രഥങ്ങളൊന്നാകെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് എത്രത്തോളമൊക്കെ മനോഹരമാക്കാമോ അത്രത്തോളമൊക്കെ മനോഹരമാക്കിക്കൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയൊക്കെ നയനാനന്ദകരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട്, ഏറ്റവും പ്രൗഢമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട്, ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട്, ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനാ നിർഭരമായി അമ്മയെ ജപിച്ചുകൊണ്ട്, അമ്മയെ വിളിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ആ